പ്രിയരെ നമസ്കാരം. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും ഏതൊരു മലയാളിക്കും ഹൃദ്യസ്ഥമാക്കുവാൻ വേണ്ടി അവതരിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി പ്രയാണം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി പത്മപുരാണം, വായുപുരാണം, നാരദപുരാണം, അഗ്നിപുരാണം, വരാഹപുരാണം എന്നീ 5 പുരാണങ്ങൾ വളരെ ലളിതമായി സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. തുടർന്ന് വാമന പുരാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരോടും നിർബന്ധമായി H&S വണ്ടർ വേൾഡിൻ്റെ വീഡിയോകൾ കാണണമെന്ന് വാശി പിടിക്കാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഭാരതീയ പുരാണങ്ങളുടെ കഥകൾ, അതായത് മഹാനായ വ്യാസഭഗവാന്റെ രചനകളുടെ ആ മഹാപ്രവാഹം മലയാള ഭാഷയിൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ശുഭമുഹൂർത്തത്തിൽ ഏവരെയും H&S വണ്ടർ വേൾഡ് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വാമന പുരാണത്തിൽ 26 അധ്യായങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ അധ്യായത്തിൽ ആമുഖം എന്ന ഒരൊറ്റ ഭാഗം മാത്രമേ ഉള്ളൂ. വാമന അവതാരത്തെക്കുറിച്ച് നാരദൻ പുലസ്ത്യ മുനിയോട് ചോദിക്കുന്നതോടെയാണ് വാമനപുരാണം ആരംഭിക്കുന്നത്. വ്യാസൻ രചിച്ച 18 പുരാണങ്ങളിൽ ഒന്നാണ് വാമനപുരാണം. മഹാവിഷ്ണുവിൻ്റെ കുള്ളൻ അവതാരമായ വാമനന്റെ അവതാരത്തെക്കുറിച്ചുള്ള കഥകൾ ഈ കഥാസാരം വഹിക്കുന്നു. നാരദന്റെ അന്വേഷണത്തിന് ഉത്തരം നൽകുന്ന പുലസ്ത്യ മുനിയിലൂടെ പുരാണത്തിൻ്റെ കഥ വിവരിക്കുന്നു. എല്ലാ പുരാണങ്ങളും ഭാരതീയ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും നേർക്കാഴ്ചകൾ പകർന്നു നൽകുന്നു. വാമന പുരാണവും ഇതിൽ നിന്നും വിഭിന്നമല്ല. ഈ പുരാണം നീതിയുടെയും മതപരതയുടെയും ഗുണം പഠിപ്പിക്കുന്നു. നരനാരായണന്മാരുടെയും ദുർഗാദേവിയുടെയും ദിവ്യകഥകൾ മാത്രമല്ല, പ്രഹ്ലാദൻ, ഗജേന്ദ്രൻ അതായത് ആനയുടെ രക്ഷ തുടങ്ങിയ പ്രശസ്ത ഭക്തരുടെ കഥകളും വാമന പുരാണം ഉൾക്കൊള്ളുന്നു. നാരദ മഹർഷി പുലസ്ത്യനോട് ചോദിക്കുന്നു, അല്ലയോ ആദരണീയനായ മഹർഷേ, ശ്രീഹരി വാമനാവതാരം സ്വീകരിച്ചത് എന്തിനാണ്? വിഷ്ണു ഭക്തനായിട്ടും പ്രഹ്ലാദൻ എന്തിനാണ് ദേവതകളുമായി യുദ്ധം ചെയ്തത്? ദക്ഷ പ്രജാപതിയുടെ മകളായ സതി പുനർജന്മത്തിൽ മഹാദേവന്റെ പത്നിയായതെങ്ങനെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അല്ലയോ നാരദരെ, ഒരിക്കൽ സതി ശങ്കരനോട് സ്ഥിരമായ ഒരു വാസസ്ഥലം ഒരുക്കാൻ ആവശ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ ശങ്കരൻ മന്ദരപർവ്വതത്തിലായിരുന്നു താമസം. വേനൽക്കാലം തുടങ്ങുന്ന കാലഘട്ടത്തിൽ തുറസായ സ്ഥലത്ത് താമസിക്കേണ്ടി വരുമോ എന്ന് സതിക്ക് ഭയമുണ്ടായിരുന്നു. ഭഗവാൻ ശങ്കരൻ അവളോട് മൊഴിഞ്ഞു, ഞാൻ ഒരു ഏകാന്തവാസി ആയതിനാൽ സ്ഥിരമായ ഒരു വാസസ്ഥലം എന്ന ഒരു ചിന്ത ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ശങ്കരന്റെ ഉത്തരത്തിൽ സതി തൃപ്തയായില്ലെങ്കിലും മൗനം പാലിച്ചു. അങ്ങനെ ഇരുവരും അവരുടെ താമസത്തിൽ തൽസ്ഥിതി തുടർന്നു. വേനൽക്കാലം കഴിഞ്ഞു. അതോടെ മഴക്കാലം രംഗപ്രവേശനം നടത്താനൊരുങ്ങി. അപ്പോഴും സതി ഭർത്താവിനോട് അതേ അഭ്യർത്ഥന നടത്തുന്നു. എനിക്ക് സമ്പത്ത് ഇല്ലാത്തതിനാൽ ഒരു ഭവനം പണിയുക അസാധ്യമാണെന്ന ഉത്തരമാണ് ശങ്കരൻ സതിയോട് അപ്പോൾ പറഞ്ഞത്. തൻ്റെ വസ്ത്രമായി ഒരു പുലിത്തോലും രാജവെമ്പാലയുടെ ഒരു പുണ്യനൂലും കാതിലെ വളയങ്ങളായ പത്മ, പിങ്കള എന്നീ 2 നാഗങ്ങളും കോവലൻ, ധനഞ്ജയൻ എന്നീ 2 കൈത്തളകളും മാത്രമാണ് സ്വന്തമായി ഉള്ളതെന്നും അവളെ ഭഗവാൻ ഓർമ്മിപ്പിച്ചു. അത് കേൾക്കവേ ഒരു ഭവനമില്ലാതെ എങ്ങനെ മഴക്കാലം കടന്നു പോകുമെന്നവൾ ആശങ്കപ്പെട്ടു. മേഘങ്ങൾക്ക് മുകളിൽ താമസിച്ചാൽ ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് ശങ്കരൻ അവൾക്ക് ഉറപ്പു നൽകി. തന്മൂലം മഴ അവളെ സ്പർശിക്കാതെ തുടരും. അതിനിടെ ഇരുവരും ആകാശത്തേക്ക് കയറി മേഘങ്ങൾക്ക് മുകളിൽ ജീവിക്കാൻ തുടങ്ങി. അന്നു മുതൽ ശങ്കരൻ ജീഭൂതവാഹനൻ, അതായത് മേഘത്തെ വാഹനമാക്കിയവൻ എന്നറിയപ്പെട്ടു. വാമന പുരാണത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ശിവന്റെ കഥകളാണുള്ളത്. ഈ അധ്യായത്തിൽ 4 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിലെ ആദ്യ ഭാഗത്തിൽ ശിവൻ മന്ദരപർവ്വതത്തിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദക്ഷൻ ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിച്ചു. പുലസ്ത്യൻ നാരദനോട് ഇക്കഥ പറയുന്നു. അങ്ങനെ ശിവനും സതിയും മഴക്കാലം കഴിയുന്നതുവരെ മേഘങ്ങൾക്ക് മുകളിൽ താമസിച്ചു. ശരത്കാലം വന്നപ്പോൾ ഇരുവരും മന്ദരപർവ്വതത്തിലേക്ക് മടങ്ങുവാൻ തീരുമാനിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ദക്ഷൻ മഹത്തായ യാഗം നടത്താൻ തീരുമാനിക്കുന്നത്. അതിലേക്ക് സ്വന്തം മകൾ സതിയെയും മരുമകൻ ശങ്കരൻ അതായത് ശിവനെയും ഒഴികെ എല്ലാ പ്രമുഖ ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിക്കുന്നു. എല്ലാ ദേവന്മാരെക്കാളും മഹത്വമുള്ള മഹേശ്വരനെ ദക്ഷൻ ക്ഷണിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നാരദന് അത്ഭുതം തോന്നി. ഭഗവാൻ ശങ്കരൻ എങ്ങനെയാണ് ഒരു കപാലി അതായത് ഭിക്ഷുവായി മാറിയതെന്ന് അറിയാനും അദ്ദേഹത്തിന് ജിജ്ഞാസയുണ്ടായിരുന്നു. അന്തിമ സംഹാര കാലത്തിന് ശേഷം ധ്യാന നിദ്രയിൽ നിന്ന് ഉണർന്ന ഭഗവാൻ വിഷ്ണു 3 കണ്ണുകളുള്ള ഒരു ദിവ്യസത്തയെ കണ്ടെത്തി. അപ്പോൾ ആ രൂപം കയ്യിൽ ഒരു ത്രിശൂലവും കഴുത്തിൽ ഒരു രുദ്രാക്ഷമാലയും ധരിച്ചിരുന്നുവെന്ന് പുലസ്ത്യൻ നാരദനോട് പറഞ്ഞു. തുടർന്ന് ഭഗവാൻ വിഷ്ണു അഹങ്കാരത്തെ സൃഷ്ടിച്ചു. അത് ബ്രഹ്മാവിലും ശങ്കരനിലും ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കി. അഹങ്കാരത്തിനാൽ ഭഗവാൻ ബ്രഹ്മാവിനോട് ഭഗവാൻ ശങ്കരൻ അദ്ദേഹത്തിൻ്റെ സ്വത്വവും ഉത്ഭവവും ചോദിച്ചു.
ബ്രഹ്മാവും അഹങ്കാരത്തോടെ തന്നെ ശങ്കരനോടും അദ്ദേഹത്തിൻ്റെ സ്വത്വവും ചോദിച്ചു. അതിനെ തുടർന്ന് ഇരുവർക്കുമിടയിൽ ഒരു തർക്കം ഉടലെടുക്കുന്നു. ഒടുവിൽ അതൊരു പോരാട്ടമായി മാറി. അതിൽ ബ്രഹ്മാവിനെ ശങ്കരൻ പരാജയപ്പെടുത്തുന്നു. ബ്രഹ്മാവിൻ്റെ 5 തലകളിൽ 2 ശങ്കരൻ മുറിച്ചു. എന്നാൽ അതിലെ 2ാമത്തെ തല അറ്റുവീഴവേ ശിവന്റെ കൈപ്പത്തിയിൽ കുടുങ്ങി. കോപാകുലനായ ബ്രഹ്മാവ് ഒരു ഭയങ്കര സൃഷ്ടിയെ സൃഷ്ടിച്ചു. ആ സൃഷ്ടി ശങ്കരനെ വെല്ലുവിളിക്കുകയും അദ്ദേഹം പാപിയായതിനാൽ അദ്ദേഹത്തെ നിഗ്രഹിച്ച് സ്വന്തം കൈകൾ മലിനമാക്കില്ലെന്ന് അട്ടഹസിച്ചുകൊണ്ട് ശങ്കരനെ പരിഹസിക്കുകയും ചെയ്തു. ഭഗവാൻ ശങ്കരൻ അതിൽ സ്വയം ലജ്ജിച്ചു. അദ്ദേഹം ബദരികാശ്രമത്തിൽ പോയി ഭഗവാൻ വിഷ്ണുവിനോട് ഭിക്ഷയാചിക്കുന്നു. ഭഗവാൻ വിഷ്ണു ശങ്കരനോട് തൻ്റെ ഇടത് കൈയിൽ അടിക്കാൻ ആവശ്യപ്പെട്ടു. ശങ്കരൻ തൃശൂലം കൊണ്ട് വിഷ്ണുവിൻ്റെ ഇടത് കൈയിൽ അടിച്ചു. ആ ആഘാതത്തിൻ്റെ ഫലമായി 3 ധാരകൾ ഉണ്ടായി. ആദ്യത്തെ ധാര ആകാശത്തേക്ക് ഉയർന്ന് ആകാശഗംഗയായി നിലയുറപ്പിച്ചു. 2ാമത്തെ ധാര മന്ദാകിനിയായിരുന്നു. മന്ദാകിനിയെ മഹർഷി അത്രി സ്വീകരിച്ചു. 3ാമത്തെ ധാര ഭഗവാൻ ശങ്കരന്റെ ഇടത് കൈപ്പത്തിയിൽ കുടുങ്ങിയ ബ്രഹ്മാവിൻ്റെ തലയോട്ടിയിൽ വീണു. ഇത് ഉഗ്രനും വില്ലും അമ്പും ധരിച്ചതുമായ ഒരു ദിവ്യ ശിശുവിൻ്റെ അവതാരത്തിന് കാരണമായി. ബ്രഹ്മാവ് സൃഷ്ടിച്ച സൃഷ്ടിയെ നിഗ്രഹിക്കുവാൻ ശങ്കരൻ ആ അവതാര ജീവിയോട് നിർദ്ദേശിച്ചു. ആയിരക്കണക്കിന് ദിവ്യ വർഷങ്ങളോളം അനിശ്ചിതത്വത്തിൽ തുടർന്ന ഒരു ഘോര ദ്വന്ദ്വയുദ്ധം അവർക്കിടയിൽ നടന്നു. വാമന പുരാണത്തിന്റെ 2ാം അധ്യായത്തിന്റെ 2ാം ഭാഗത്തിൽ ഭഗവാൻ ശങ്കരന്റെ പാപപരിഹാരത്തിന്റെ വിവരണമാണുള്ളത്. ബ്രഹ്മഹത്യ എന്ന ഗുരുതരമായ പാപം ശങ്കരൻ ചെയ്തു. ബ്രഹ്മാവിൻ്റെ തലയോട്ടി സ്വന്തം ഇടത് കൈപ്പത്തിയിൽ നിന്ന് വേർപെടുത്താൻ അദ്ദേഹം നടത്തിയ എല്ലാ ശ്രമങ്ങളും വിഫലമായി. അതിനിടയിൽ ബ്രഹ്മഹത്യ എന്നൊരു സത്ത ശങ്കരന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. സ്വന്തം പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ബദ്രികാശ്രമത്തിലേക്ക് പോകുവാൻ ഭഗവാൻ ശങ്കരൻ തീരുമാനിക്കുന്നു. അവിടെ എത്തിയപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്താനാവാഞ്ഞതിൽ അദ്ദേഹം വിഷമിച്ചു. യമുന നദിയിൽ പോയി കുളിച്ചു. എന്നാൽ കുളി കഴിഞ്ഞയുടൻ നദിയിലെ വെള്ളം വറ്റിപ്പോയി. സരസ്വതി നദിയിലും ഈ വിചിത്രമായ പ്രതിഭാസം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പിന്നീട് അദ്ദേഹം നിരവധി പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിയെങ്കിലും ബ്രഹ്മഹത്യയിൽ നിന്ന് മുക്തനാകുവാൻ സാധിച്ചില്ല. നിരാശനായ അദ്ദേഹം ഒടുവിൽ കുരുക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ശ്രീനാരായണനെ കണ്ടെത്തി. ബ്രഹ്മഹത്യയുടെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി വാരാണസിയിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ശങ്കരൻ വാരാണസിയിലേക്ക് പോയി. ദശാശ്വമേധ ക്ഷേത്രം, ലോലോർക്ക ക്ഷേത്രം, കേശവക്ഷേത്രം തുടങ്ങിയ എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. കേശവനെ ആരാധിക്കുന്നതിനിടയിൽ അദ്ദേഹം മൊഴിഞ്ഞു, എൻ്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ മോചിതനാണെങ്കിലും ഈ തലയോട്ടി ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ തുടരുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ഷേത്രത്തിനടുത്തുള്ള തടാകത്തിൽ സ്നാനം നടത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കേശവൻ അദ്ദേഹത്തോട് പറഞ്ഞു. ശങ്കരന തടാകത്തിൽ കുളിച്ചതോടെ ആ തലയോട്ടി കയ്യിൽ നിന്നും കൊഴിഞ്ഞുപോയി. തലയോട്ടി കൊഴിഞ്ഞു വീണയിടം പിന്നീട് കപാൽ മോചൻ എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു. വരാഹപുരാണം 2ാം അധ്യായത്തിൻ്റെ 3ാം ഭാഗത്തിൽ സതി ജീവൻ വെടിയുന്ന കഥയുടെ ഭാഗം വിവരിക്കുന്നു. പുലസ്ത്യമുനി നാരദനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ശിവൻ കപാലി എന്ന പേരിൽ പ്രശസ്തനായത്. അതുകൊണ്ടാണ് ദക്ഷൻ യാഗത്തിന് ക്ഷണിക്കാതിരുന്നത്. അതിനിടയിൽ ഗൗതമമുനിയുടെ മകൾ ജയ മന്ദര പർവ്വതത്തിലേക്ക് സതിയെ കാണാൻ പോയി. ജയ തനിച്ചായിരിക്കുന്നതായി കണ്ടപ്പോൾ അവളുടെ 2 സഹോദരിമാരായ ജയന്തിയെയും അപരാജിതയെയും കുറിച്ച് സതി ചോദിച്ചു. ഇരുവരും അവരുടെ മാതൃമുത്തച്ഛനായ ദക്ഷന്റെ യാഗത്തിന് പോയിട്ടുണ്ടെന്ന് ജയ സതിയോട് വെളിപ്പെടുത്തി. എല്ലാ ദേവതകളെയും യാഗത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്നും ജയ സതിയോട് പറഞ്ഞു. അത് കേൾക്കവേ സതിക്ക് പിതാവിനോട് ദുഃഖവും കോപവും തോന്നി. ആ കോപത്തിൻ്റെ അനന്തരഫലങ്ങൾ അവളെ ആത്മാഹുതിയിലേക്ക് നയിച്ചു. അവളുടെ ചേതനയേറ്റ ശരീരം കണ്ട് ജയ വിലപിക്കുവാൻ തുടങ്ങി. ജയയുടെ വിലാപം കേട്ട് ശങ്കരൻ അവിടെയെത്തി. സതി എന്തിനാണ് നിലത്ത് കിടക്കുന്നതെന്ന് അവളോട് ചോദിച്ചു. ജയ സംഭവിച്ചതെല്ലാം അദ്ദേഹത്തോട് പറയുന്നു. അതിൽ ശങ്കരൻ അത്യധികം കോപാകുലനായി. ആ കോപം നിരവധി ഗണങ്ങളെ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. ആ ഗണങ്ങളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു വീരഭദ്രൻ. ദക്ഷയാഗം നടക്കുന്നിടത്തേക്ക് ശങ്കരൻ ഗണങ്ങളോടൊപ്പം പോയി. അവരും ദേവന്മാരും തമ്മിൽ ഒരു ഘോരയുദ്ധം നടന്നു. ഒടുവിൽ ദേവന്മാർ ശക്തി ക്ഷയിച്ച് ആ സ്ഥലത്ത് നിന്നും ഓടിപ്പോയി. വീരഭദ്രൻ സമയം കണ്ടെത്തി യാഗസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. യാഗസ്ഥലത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാർ തിരിച്ചെത്തി തടയുവാൻ ശ്രമിച്ചു. വീണ്ടും ഇരുവിഭാഗവും തമ്മിൽ ഉഗ്രമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ദേവന്മാർ എല്ലാത്തരം ആയുധങ്ങളും ഉപയോഗിച്ചു. എന്നാൽ വീരഭദ്രന്റെ ആക്രമണം ചെറുക്കാൻ കഴിയാതെ വീണ്ടും അവർ ഓടിപ്പോയി. വീരഭദ്രൻ യാഗത്തിന് സമീപമെത്തിയപ്പോൾ ഭയന്നുപോയ മുനിമാർ വിഷ്ണുവിൻ്റെ അടുക്കിലേക്കോടി.
ഭഗവാൻ അമ്പുകൾ ഉപയോഗിച്ച് വീരഭദ്രനെ ആക്രമിച്ചു. എന്നാൽ അവയുടെ പ്രഹരം വീരഭദ്രനെ ഒരു വിധത്തിലും ബാധിച്ചില്ല. വിഷ്ണു തൻ്റെ മറ്റു ദിവ്യായുധങ്ങൾ ഉപയോഗിച്ചും ആക്രമിക്കുന്നു. വീരഭദ്രൻ ആ ആയുധങ്ങളും നിർവീര്യമാക്കുന്നതിൽ വിജയിച്ചു. വിഷ്ണു കോപാകുലനായി സുദർശന ചക്രത്താൽ ആക്രമിച്ചപ്പോൾ വീരഭദ്രൻ അതിനെ വിഴുങ്ങി. ആ പ്രവൃത്തി വിഷ്ണുവിനെ കൂടുതൽ കുപിതനാക്കി. ഭഗവാൻ വീരഭദ്രനെ ഉയർത്തി നിലത്തടിച്ച് വയറ്റിൽ അമർത്തി. അതിൻ്റെ ഫലമായി സുദർശന ചക്രം പുറത്തു വന്നു. എന്നാൽ ഭഗവാൻ വീരഭദ്രന്റെ ജീവൻ അപായപ്പെടുത്തിയില്ല. തുടർന്ന് വീരഭദ്രൻ ശങ്കരന്റെ അടുത്തേക്ക് പോയി തൻ്റെ തോൽവിയുടെ ദുഃഖകരമായ കഥ പറഞ്ഞു. ഭഗവാൻ ശങ്കരൻ വീരഭദ്രനോട് സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് ഭദ്രകാളിയുടെ അകമ്പടിയോടെ യാഗസ്ഥലത്തേക്ക് പോയി. അവളുടെ ഭയാനകമായ രൂപം കണ്ട് മുനിമാർ ഭയന്നു. വാമനപുരാണം 2-ാം അധ്യായത്തിന്റെ 4-ാം ഭാഗത്തിൽ ദക്ഷന്റെ യാഗത്തിന്റെ നാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ശിവന്റെ കോപം ഭയന്ന് വിഷ്ണു ഋഷികേശിലേക്ക് പോയി കുറച്ചുനേരം അകന്നു നിന്നു. ശിവന്റെ കോപം 8 വസ്തുക്കളെയും ഉരുക്കാൻ പര്യാപ്തമായ ചൂട് സൃഷ്ടിച്ചു. തൽഫലമായി സീത എന്ന നദി അവിടെ നിന്നും ഉത്ഭവിച്ച് ഒഴുകുവാൻ തുടങ്ങി. ശങ്കരൻ ആക്രമിച്ചതിന് ശേഷം ദേവന്മാർ അവിടെ നിന്നും വീണ്ടും ഓടിപ്പോയി. അപ്പോൾ ശിവൻ തൻ്റെ തൃക്കൺ തുറന്ന് ഹവനകുണ്ടത്തിൽ ജ്വലിക്കുന്ന ജ്വാലയെ കോപാകുലനായി നോക്കി. അടുത്ത നിമിഷമാ തീ അണഞ്ഞു. യജ്ഞൻ പോലും ഭയന്ന് ഒരു മാനിന്റെ വേഷം പൂണ്ട് ആകാശമാർഗം വിരണ്ടു. പാശുപതം എന്ന വില്ലും അമ്പും ഉപയോഗിച്ച് മരണത്തിന്റെ പ്രഭുവായ കാലന്റെ രൂപത്തിൽ ശിവരഥനെ പിന്തുടർന്നു. ഒടുവിൽ ശിവന്റെ വിശേഷണമായ കാലൻ മാനിനെ കൊല്ലുന്നതിൽ വിജയിച്ചു. അത് യഥാർത്ഥത്തിൽ യാഗവും യാഗത്തിന്റെ തകർച്ചയെയും സൂചിപ്പിക്കുന്നു. മരണശേഷം യാഗത്തിന്റെ ശരീരം നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥിരമായി സ്ഥാനം പിടിച്ചു. ദക്ഷന്റെ യാഗത്തിന്റെ നാശത്തിന്റെ കഥ വിവരിച്ച ശേഷം പുലസ്ത്യ മഹർഷി നാരദനോട് രാശിചക്രങ്ങളുടെ പേരുകൾ അവയുടെ ഭാവങ്ങൾക്ക് അനുസരിച്ച് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഉദാഹരണത്തിന് മേടം ഒരു കൊറ്റനാടിനെ പോലെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇടവം ഒരു കാളക്കൂറ്റനെ പോലെ പ്രത്യക്ഷപ്പെട്ടു. വാമന പുരാണത്തിന്റെ 3-ാം അധ്യായത്തിൽ രാക്ഷസന്മാരുടെ കഥകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ അധ്യായത്തിൽ 6 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിലെ ആദ്യ ഭാഗത്തിൽ അന്തക രാക്ഷസ രാജാവിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അസുര രാജാവായ അന്തകൻ ദേവന്മാരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് അറിയാൻ നാരദമുനി ജിജ്ഞാസയോടെ കാത്തിരുന്നു. അദ്ദേഹം പുലസ്ത്യനോട് അക്കാര്യം ചോദിച്ചു. പുലസ്ത്യൻ മറുപടി പറഞ്ഞു. സിംഹാസനാരോഹണം കഴിഞ്ഞതിനു ശേഷം ശങ്കരനെ പ്രീതിപ്പെടുത്തുവാൻ അന്തകൻ കഠിനമായ തപസ് ചെയ്തു. ദേവന്മാർക്കോ മനുഷ്യർക്കോ കൊല്ലുവാൻ കഴിയാനാവാത്ത ഒരു വരം ആ തപസ്സിനാൽ അന്തകൻ നേടിയെടുത്തു. കൂടെ തന്നെ അഗ്നിക്ക് പോലും തന്നെ ദഹിപ്പിക്കാൻ കഴിയാത്ത മറ്റൊരു വരവും കരസ്ഥമാക്കി. അന്തകൻ ശുക്രാചാര്യരെ തൻ്റെ മുഖ്യ പുരോഹിതനായി നിയമിക്കുന്നു. ദേവന്മാരെ പരാജയപ്പെടുത്തി ഭൂമിയുടെ മുഴുവൻ നിയന്ത്രണവും കൈക്കലാക്കി. ഒരിക്കൽ അന്തകൻ സുമേരു പർവ്വതത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പോയിരുന്നു. സ്വന്തം തലസ്ഥാനമായ അമരാവതിയുടെ സുരക്ഷയ്ക്കായി മതിയായ ക്രമീകരണങ്ങൾ ചെയ്ത ശേഷം ഇന്ദ്രൻ ഒരു വലിയ സൈന്യവുമായി അന്തകനെതിരെ പോരാടുവാൻ മുന്നോട്ട് വന്നു. ഇരു ചേരികളും തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു. തന്മൂലമുണ്ടായ പൊടിപടലം നിമിത്തം അന്തരീക്ഷം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചു. ഇരു വിഭാഗത്തിലെയും യോദ്ധാക്കൾക്ക് മിത്രത്തെയും ശത്രുവിനെയും വേർതിരിച്ചറിയുവാൻ പ്രയാസമായി. യുദ്ധക്കളം മുഴുവൻ മൃതദേഹങ്ങളും രക്തവും കൊണ്ട് ചിതറിക്കിടക്കുകയായിരുന്നു. ഇന്ദ്രൻ അന്തകന് നേരെ ഒരു കൂട്ടം അമ്പുകൾ എയ്തു. മറുപടിയായി അന്തകനും ഇന്ദ്രന് നേരെ ഒരു കൂട്ടം അമ്പുകൾ എയ്തു. ഈ യുദ്ധത്തിൽ ഇരുവർക്കും പരിക്കേറ്റു. അരിശം മൂത്ത ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്താൽ അന്തകനെ ആക്രമിക്കുന്നു. ആ പ്രഹരം അന്തകന്റെ എല്ലാ ആയുധങ്ങളും നശിപ്പിച്ചു. ജീവരക്ഷാർത്ഥം രഥത്തിൽ നിന്ന് ചാടിയ അന്തകനെ വജ്രായുധം പിന്തുടർന്നു. അന്തകൻ തൻ്റെ മുഷ്ടിയാൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. തൽഫലമായി വജ്രായുധം നിലംപൊത്തി. തുടർന്ന് ഇന്ദ്രൻ അന്തകന്റെ ദിശയിലേക്ക് ഒരു കൂട്ടം അസ്ത്രങ്ങൾ തൊടുത്തു ആക്രമിച്ചു. ആ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഇന്ദ്രന്റെ നേരെ കുതിച്ചു. ഇന്ദ്രന്റെ ആനയും കുതിരയുമായ ഐരാവതത്തെ അത്യധികം ശക്തിയോടെ ആക്രമിക്കുന്നു. അതിൽ ഐരാവതം തളർന്നുപോയി. സ്വന്തം ആനയെ ഇത്ര ദയനീയമായ അവസ്ഥയിൽ കണ്ട ഇന്ദ്രൻ സ്വന്തം വജ്രായുധവുമെടുത്ത് ആത്മരക്ഷാർത്ഥം കോട്ടയ്ക്കുള്ളിലേക്ക് ഓടി. അതിനുശേഷം അന്തകൻ ഏകനായിക്കൊണ്ട് തന്നെ ഇന്ദ്രന്റെ മുഴുവൻ സൈന്യത്തെയും നശിപ്പിച്ചു. ദേവന്മാരുടെ പക്ഷത്തു നിന്നാണ് യമരാജൻ യുദ്ധം ചെയ്തത്. അന്തകന്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്ത പ്രഹ്ലാദനെ അദ്ദേഹം ആക്രമിച്ചു. പ്രഹ്ലാദന്റെ ധൈര്യത്തിനും ശൗര്യത്തിനും മുൻപിൽ യമരാജൻ അപ്രസക്തനായി തീർന്നു. തൽഫലമായി രണഭൂമിയിൽ നിന്ന് യമരാജന് ഓടിപ്പോകേണ്ടി വന്നു. വരുണൻ, അഗ്നി തുടങ്ങിയ ശക്തരായ യോദ്ധാക്കൾ അവരുടെ നിരയിൽ ഉണ്ടായിരുന്നിട്ടും വീരോചനൻ, മായൻ, ശമ്പരൻ തുടങ്ങിയ ധീരരും ശക്തരുമായ പോരാളികൾ അടങ്ങിയ അസുര സൈന്യത്തിന്റെ വീര്യവുമായി പൊരുത്തപ്പെടുവാൻ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. ഒടുവിലാ യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെട്ടു. വിജയ ശ്രീലാളിതനായി അസുര രാജാവായ അന്തകൻ തൻ്റെ സൈന്യവുമായി പാതാള ലോകത്തേക്ക് മടങ്ങി.
പ്രിയരെ, വാമന പുരാണത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിൽ സുകേശിയുടെ ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അസുര രാജാവായ വിദ്യുത് കേശിയുടെ മകനായിരുന്നു സുകേശി. അദ്ദേഹം ശങ്കരന്റെ വലിയ ഭക്തനായിരുന്നു. ആ ഭക്തിയിൽ സംപ്രീതനായ ശങ്കരൻ അദ്ദേഹത്തിന് അജയത നൽകി അനുഗ്രഹിക്കുകയും ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം സമ്മാനമായി നൽകുകയും ചെയ്തു. സദ്വൃത്തനും നീതിമാനുമായ ഒരു രാജാവായിരുന്നു സുകേശി. ഒരിക്കൽ അദ്ദേഹം മഗധ വനത്തിലേക്ക് പോയി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഋഷിമാരെ സന്ദർശിച്ചു. ഋഷിമാരെ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന വഴിയെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഒരു മനുഷ്യന് എങ്ങനെ ജീവിതത്തിൽ മാന്യതയും സംതൃപ്തിയും നേടാനാകുമെന്ന് അറിയുവാനും അദ്ദേഹം ആഗ്രഹിച്ചു. ധർമ്മത്തിന്റെ പാത പിന്തുടർന്നാൽ മാത്രമേ ഒരു മനുഷ്യന് അനുഗ്രഹം നേടാൻ കഴിയൂ എന്ന് ഋഷിമാർ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു മതഭക്തൻ ബഹുമാനവും സംതൃപ്തിയും അടയുന്നു എന്നും ഋഷിമാർ കൂട്ടിച്ചേർത്തു. തുടർന്ന് സുകേശി അവരുടെ ധർമ്മത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് ചോദിച്ചു. ദേവന്മാർ യാഗം, ആത്മപഠനം, വേദപഠനം, വിഷ്ണുപൂജ തുടങ്ങിയ മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് ഋഷിമാർ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. അതിനാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ദേവതകളുടെ ധർമ്മമാണ്. അസുരന്മാരുടെ ധർമ്മത്തിൽ അസൂയ തുടങ്ങിയ നിഷേധാത്മകമായ ഗുണങ്ങളുമുണ്ട്. എന്നാൽ അവർക്ക് നയപരമായ കാര്യങ്ങളിൽ അഗാധമായ അറിവുകളുമുണ്ട്. ശിവനോട് അവർക്ക് വലിയ ഭക്തിയുമുണ്ടെന്ന് ഋഷിമാർ പറഞ്ഞു. യോഗാഭ്യാസം, വേദപഠനം, ആത്മസാക്ഷാത്കാരം, ഭഗവാൻ വിഷ്ണുവിനോടുള്ള ഭക്തി തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് സിദ്ധന്റെ ധർമ്മം എന്നുകൂടി ഋഷിമാർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിധത്തിൽ വിവിധ ദിവ്യസത്തകളുടെ ധർമ്മത്തെക്കുറിച്ച് ഋഷിമാർ സുകേശിക്ക് വെളിച്ചം പകർന്നു നൽകി. അവസാനം നരകത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരിക്കാൻ സുകേശി മുനിമാരോട് അഭ്യർത്ഥിച്ചു. മൊത്തത്തിൽ 21 നരകങ്ങളുണ്ടെന്ന് ഋഷിമാർ മറുപടി പറഞ്ഞു. 2000 യോജന വിസ്തൃതിയുള്ള ആദ്യ നരകത്തിന്റെ പേര് രൗരവ് എന്നാകുന്നു. രണ്ടാമത്തെ നരകമായ മഹാരൗരവ് രൗരവിന്റെ വിസ്തൃതിയുടെ ഇരട്ടിയാണ്. അതുപോലെ തന്നെ ശേഷിക്കുന്ന നരകങ്ങളുടെ പേരുകൾ താമിസ്ത്ര, അന്ധതാമിസ്ത്ര, കാലചക്രം, അപ്രതിഷ്ഠ, ഗഡയന്ത്രം, അസിപത്രവൻ, തപ്തകുംഭം, കൂത്ശാൽമലി, കർപ്പത്ര, സ്വഭോജൻ, സന്ദർശ്, ലോഹപിണ്ട്, കൽമസിക്ത, ക്ഷാരനാദി, ക്രിമിനിഭോജൻ, ശോഭായഭോജൻ, ക്ഷുരാഗ്രതാര, നിശ്ചിതചക്ര, സംശേഷൻ എന്നിവയാണ്. വാമന പുരാണത്തിന്റെ 3-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ പാപപ്രവൃത്തികളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരാളെ നരകത്തിലേക്ക് നയിക്കുന്ന പാപപ്രവൃത്തികളെക്കുറിച്ച് സുകേശി ഋഷിമാരോട് ചോദിച്ചു. ഋഷിമാർ മറുപടി പറഞ്ഞു. വേദങ്ങൾ, ദേവതകൾ, ബ്രാഹ്മണർ മുതലായവരെ കുറ്റപ്പെടുത്തുന്നവർ നരകത്തിൽ പോകുന്നു. പുരാണങ്ങൾ പോലുള്ള മതഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാത്തവരും യാഗം പൂർത്തീകരിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരും ദാനം ചെയ്യുന്നതിൽ നിന്നും ദാനശീലനായ ഒരു വ്യക്തിയെ തടയുന്നവരും നരകത്തിൽ പോകുന്നു. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരും പാദരക്ഷകൾ മോഷ്ടിക്കുന്നവരും കൽമസിക്ത എന്ന നരകത്തിൽ പോകുന്നു. മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുസരിക്കാത്ത, അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾ അപ്രതിഷ്ഠ എന്ന നരകത്തിൽ പോകുന്നു. മുതിർന്നവരെ കാലുകൊണ്ട് സ്പർശിക്കുന്ന ആളുകൾ രൗരവ് നരകത്തിൽ പോകുന്നു. വരൾച്ചക്കാലത്ത് ബന്ധുക്കളെ ശ്രദ്ധിക്കാതെ സ്വയം പോറ്റുന്ന സ്വാർത്ഥൻ സ്വഭോജൻ എന്ന നരകത്തിൽ പോകുന്നു. അഭയം പ്രാപിച്ച ആളുകളെ സംരക്ഷിക്കാത്തവൻ യന്ത്രപീഡ് എന്ന നരകത്തിലെത്തുന്നു. നിക്ഷേപിച്ച മറ്റുള്ളവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നവൻ വൃശ്ചികഷ നഗരത്തിൽ പോകുന്നു. ശുഭദിനങ്ങളിൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ മറ്റു സ്ത്രീകളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നവരോ ഷൽമലി എന്ന നരകത്തിൽ പോകുന്നു. ഇങ്ങനെ പാപികളെ വ്യത്യസ്ത നരകത്തിലേക്ക് നയിക്കുന്ന വിവിധ തരത്തിലുള്ള പാപപ്രവൃത്തികളെക്കുറിച്ച് ഋഷിമാർ സുകേശിക്ക് പറഞ്ഞുകൊടുത്തു. വാമനപുരാണത്തിന്റെ 3-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ ജംബുദ്വീപും ഭാരതവർഷവും എന്ന വിഷയം അവതരിപ്പിക്കുന്നു. ജംബുദ്വീപിനെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം സുകേശി ഋഷിമാരോട് പ്രകടിപ്പിച്ചു. ഋഷിമാർ അപ്പോൾ വിശദീകരിച്ചു പറഞ്ഞു. ജംബുദ്വീപ് വളരെ വലിയൊരു ദ്വീപാകുന്നു. അതിനെ തന്നെ 9 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിന്റെ മധ്യഭാഗത്ത് ഇലവൃത വർഷം സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ഭാഗത്തായി ഭദ്രാശ വർഷം സ്ഥിതി ചെയ്യുന്നു. വടക്ക് കിഴക്ക് രമ്യവർഷവും തെക്ക് കിഴക്ക് കിന്നര വർഷവും തെക്ക് ഭാരതവർഷവും തെക്ക് പടിഞ്ഞാറ് ഹരിവർഷവും പടിഞ്ഞാറ് കേതുമാൾ വർഷവും വടക്ക് പടിഞ്ഞാറ് രമ്യവർഷവും വടക്ക് കുരുവർഷം എന്നിവയാണ് ചുറ്റുമുള്ള ചില പ്രധാന പ്രദേശങ്ങൾ. ഈ 9 വർഷങ്ങളും അതായത് പ്രദേശങ്ങളും പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞതാണ്. ഭാരതവർഷം ഒഴികെയുള്ള 8 വർഷങ്ങളിലെയും നിവാസികൾ ഒരിക്കലും വാർദ്ധക്യമോ മരണമോ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. നിവാസികൾ സ്വഭാവത്താൽ മതപരവും സദ്വൃത്തരുമാണ്. യഥാർത്ഥ പരിശ്രമം കൂടാതെ അവർ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഭാരതവർഷത്തിന് 9 ഉപദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളെല്ലാം എല്ലാ വശങ്ങളിലും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒരു ദ്വീപിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുവാൻ പ്രയാസമാണ്. ഇന്ദ്രദ്വീപ്, കസേരുമന, താമ്രവർണം, ഗപസ്തിമന, നാഗദ്വീപ്, കരാഹം, സിംഹർ, വരുണ,
കുമാര എന്നിവയാണ് 9 ഉപദ്വീപുകൾ. കിരാതന്മാർ ഭാരതവർഷത്തിന്റെ കിഴക്ക് ഭാഗത്തായി വസിക്കുന്നു. യവനന്മാർ പടിഞ്ഞാറ് ഭാഗത്തായി വസിക്കുന്നു. ഭാരതവർഷത്തിന്റെ തെക്ക് ഭാഗത്തായി വസിക്കുന്നവരെ ആന്ധ്രന്മാരെന്നും വടക്ക് ഭാഗത്തായി വസിക്കുന്നവരെ തുര്യുകന്മാരെന്നും വിളിക്കുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 പ്രധാന ജാതികളിൽപ്പെട്ടവരാണ് ഭാരതവർഷത്തിൽ പ്രധാനമായും വസിക്കുന്നത്. ഭാരതവർഷത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 7 പ്രമുഖ പർവ്വതങ്ങൾ മഹേന്ദ്രൻ, മലയൻ, സഹ്യൻ, ശുക്തി, മാൻറിഷ്, വിന്ധ്യൻ, പരിയത്രൻ എന്നിവയാണ്. ഇവ കൂടാതെ നിരവധി മറ്റു പർവ്വതങ്ങളുമുണ്ട്. സരസ്വതി, യമുന, ഹിരൺവതി, സത്ലജ്, ചന്ദ്രിക, നീള, വിതസ്ത, ഇരാവതി, കുഹു, ദേവിക, ഉശിര, ദാതകി, രസ, ഗോമതി, ഗന്ദകി, കൗശികി, സരയു തുടങ്ങിയ നിരവധി നദികൾ ഹിമാലയ പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മറ്റു പർവ്വതങ്ങളിൽ നിന്നും മറ്റു നിരവധി പ്രമുഖ നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. വാമന പുരാണത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം ഭാഗത്തിൽ ദശാംഗധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഋഷിമാർ പറയുന്നു, അഹിംസ, സത്യം, ദാനം, മറ്റുള്ളവരുടെ സ്വത്ത് മോഷ്ടിക്കാതിരിക്കൽ, ക്ഷമ, ആത്മസംയമനം തുടങ്ങിയ 10 ഗുണങ്ങൾ ചേർന്നതാണ് ധർമ്മം. അതുകൊണ്ട് തന്നെയാണിത് ദശാംഗധർമ്മം എന്നറിയപ്പെടുന്നതും. എല്ലാ ജാതിയിലും മതത്തിലും ഉൾപ്പെടുന്ന ആളുകൾക്ക് ഈ ഗുണങ്ങൾ നിർബന്ധമാണ്. ഒരു ബ്രാഹ്മണന്റെ ജീവിതത്തെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒരു ബ്രഹ്മചാരിയായി ജീവിച്ചുകൊണ്ട് അറിവ് നേടണം. പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു ബ്രഹ്മചാരി ഒരു ഗൃഹസ്ഥന്റെ ജീവിതത്തിലേക്കുള്ള ബിരുദം നേടുന്നു. ആ വ്യക്തി വിവാഹിതനാവുകയും കുടുംബത്തോടുള്ള കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഒടുവിൽ അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നു, അതായത് പൂർണ്ണമായ ത്യാഗം. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ശിഷ്ടകാലം ധ്യാനത്തിലും തപസ്സിലും ചിലവഴിക്കണം. വാമന പുരാണത്തിന്റെ 3-ാം അധ്യായത്തിലെ 6-ാം ഭാഗത്തിൽ സുകേശിയുടെ രാജ്യത്തിന്റെ ഉദയത്തിന്റെയും പതനത്തിന്റെയും വിശദാംശങ്ങളാണുള്ളത്. പുലസ്ത്യൻ പറയുന്നു, ഋഷിമാരിൽ നിന്നും വിവിധ വിഷയങ്ങളിൽ പ്രബുദ്ധത നേടിയ ശേഷം സുകേശി സ്വന്തം തലസ്ഥാനത്തേക്ക് മടങ്ങി. അദ്ദേഹം പഠിച്ചതെല്ലാം അസുരന്മാരെ പഠിപ്പിച്ചു. അനന്തരഫലമായി എല്ലാ അസുരന്മാരും സദ്വൃത്തരായി. പുതിയതായി നേടിയ വൈദഗ്ധ്യവും മതബോധവും അസുരന്മാരെ അജയരും ശക്തരുമാക്കി മാറ്റി. സുകേശിയുടെ തലസ്ഥാനം ആകാശഗംഗയിലായിരുന്നു. അസുരന്മാർ നേടിയ വൈദഗ്ധ്യം കാരണം നഗരം മുഴുവൻ ഉജ്ജ്വലമായി പ്രകാശിച്ചു. അതിൻ്റെ പ്രകാശം സൂര്യൻ്റെ തേജസ്സിനെ പോലും കീഴടക്കി. അതോടെ സൂര്യൻ എപ്പോൾ ഉദിക്കുമെന്ന് നിർണ്ണയിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായി തീർന്നു. ഈ സംഭവ വികാസത്തിൽ സൂര്യദേവൻ ആശങ്കാകുലനായി. അസുരന്മാർ എങ്ങനെയാണ് ഇത്ര ശക്തരായതെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അസുരന്മാരെ നശിപ്പിക്കുവാനുള്ള ആലോചനകളും ആരംഭിച്ചു. ധ്യാനത്തിലൂടെ അസുരന്മാരുടെ ശക്തിയെക്കുറിച്ചുള്ള വസ്തുത അദ്ദേഹം തിരിച്ചറിഞ്ഞു. കോപാകുലനായ സൂര്യൻ അവജ്ഞയോടെ സുകേശിയെ നോക്കി. അതോടെ സുകേശിയുടെ തലസ്ഥാനം ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. സുകേശി വിഷമത്താൽ ശിവനോട് പ്രാർത്ഥിച്ചു. തൻ്റെ ഭക്തനായ സുകേശിയെ കുഴപ്പത്തിൽ കണ്ടപ്പോൾ ശിവൻ സൂര്യനെ കോപത്തോടെ നോക്കി. അതിൻ്റെ ഫലമായി സൂര്യനും ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. സൂര്യൻ താഴെ വീഴുന്നത് കണ്ട മുനിമാരും സന്യാസിമാരും അദ്ദേഹത്തോട് വിഷ്ണുവിങ്കൽ അഭയം തേടാൻ ഉപദേശിച്ചു. ശിവൻ ശിക്ഷിച്ചതിനാൽ വിഷ്ണുവിൻ്റെ അഭയം എങ്ങനെ സ്വീകരിക്കുമെന്ന് സൂര്യൻ കൗതുകത്തോടെ അവരോട് ചോദിച്ചു. ഉത്തരമായി മുനിമാർ സൂര്യനോട് വാരാണസിയിലേക്ക് ഇറങ്ങുവാൻ ഉപദേശിച്ചു. സൂര്യൻ അവരുടെ ഉപദേശം സ്വീകരിച്ച് വരുണ, അസി എന്നീ 2 നദികൾക്കിടയിലുള്ള വാരാണസിയിൽ ഇറങ്ങി. കഠിനമായ ചൂട് കാരണം അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ അസി നദിയിൽ കുളിക്കാൻ തീരുമാനിച്ചു. കുളി കഴിഞ്ഞ ശേഷം സൂര്യൻ 2 നദികളിലൂടെയും ചുറ്റിത്തിരിയുവാൻ തുടങ്ങി. ഇതിനിടയിൽ എല്ലാ ഋഷിമാരും അസുരന്മാരും അപ്സരസുകളും ബ്രഹ്മലോകത്ത് പോയി സൂര്യനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വാസസ്ഥലത്തേക്ക് പുനഃസ്ഥാപിക്കാൻ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് എല്ലാ ദേവന്മാരോടുമൊപ്പം ശിവന്റെ അടുക്കൽ ചെന്ന് സൂര്യനോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവരുടെ വിനയത്തിൽ സന്തുഷ്ടനായ ശിവൻ സൂര്യനോട് ക്ഷമിച്ച് അദ്ദേഹത്തിന്റെ രഥത്തിൽ പുനഃസ്ഥാപിച്ചു. സൂര്യന് ലോലാർക്ക് എന്നൊരു പുതിയ പേരും നൽകി. ഒടുവിൽ സൂര്യൻ ആകാശത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു. പ്രിയരെ, വാമന പുരാണത്തിന്റെ ആദ്യ വീഡിയോ ഇവിടെ പ്രതിപാദിച്ച 3 അധ്യായങ്ങളോടെ പര്യവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നരനാരായണന്മാരുടെ കഥകളെക്കുറിച്ചും മഹിഷാസുരനെക്കുറിച്ചും കുരുരാജാവിനെക്കുറിച്ചും കുരുക്ഷേത്രത്തിന്റെ കഥകളെക്കുറിച്ചും പരിശോധിക്കാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.